നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അമ്മ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത 4ാം ക്ലാസ്സുകാരി. കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതായത് അമ്മ ആശുപത്രിയിൽ പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ കൂടെ കൂട്ടാമോ എന്ന് ചോദിക്കുന്നു. കൂടെ വരേണ്ടതില്ല എന്ന മറുപടി കേൾക്കുന്നു. അതിനൊപ്പം തന്നെ തന്റെ സഹോദരി നിലത്ത് വീണതിന്റെ പേരിൽ അമ്മയിൽ നിന്ന് വഴക്ക് കേൾക്കുന്നു. ഇത് സഹിക്കാനാകാതെ ഒരു 9 വയസ്സുകാരി കഴുത്തിൽ കയർ മുറുക്കി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് വാർത്ത. നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു സംഭവമാണിത്. കാരണം ആ കുഞ്ഞിന്റെ പ്രായം തന്നെയാണ്. വെറും 9 വയസ്സുള്ള ഒരു കുഞ്ഞിന് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അഥവാ അതങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് കൃത്യമായി തൻ്റെ കഴുത്ത് മുറുകി താൻ മരണപ്പെടുമെന്ന് വ്യക്തമാകുന്ന രീതിയിൽ സ്വന്തം കഴുത്തിൽ കയർ കെട്ടി മുറുക്കിയത് എന്നത് ഒരു സംശയമാണ്. ഇതൊക്കെ തന്നെയാണ് നാട്ടുകാരും മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം നിന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നേമത്ത് 9 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഹല്യ എന്ന് പറയുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത്. നേമം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അഹല്യ. കഴിഞ്ഞ ദിവസം രാവിലെ അമ്മ വഴക്ക് പറഞ്ഞിരുന്നുവെന്നും അതിനുള്ള മനോവിഷമത്തിലായിരിക്കും കുട്ടി ജീവനൊടുക്കിയതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോകാനിരിക്കുന്നതിനിടയിലാണ് തന്റെ സഹോദരി നിലത്ത് വീഴുന്നത്. ഇതിന്റെയൊക്കെ പേരിൽ അഹല്യയ്ക്ക് വഴക്ക് കേട്ടിരുന്നു എന്നാണ് നാട്ടുകാരും പറഞ്ഞത്. അഹല്യയെ ഇതായിരിക്കാം അസ്വസ്ഥമാക്കിയത് എന്ന് പറയുമ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണോ, അത്രമാത്രം ഗുരുതരമായ ഒരു വിഷയമായിരുന്നു അത് എന്നൊരു ചോദ്യമുണ്ട്. മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അഹല്യയെ കണ്ട ആളുകൾ പറയുന്നത് അവൾ വളരെ സന്തോഷവതിയായിരുന്നു എന്നാണ്. അപ്പോൾ പിന്നെ അഹല്യയ്ക്ക് പെട്ടെന്നൊരു നിമിഷത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് തന്നെയാണ് ദുരൂഹതയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അന്വേഷണം നടത്തിവരികയാണ്. അമ്മയെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് വിവരം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളും കൂടുതൽ റിപ്പോർട്ടുകളുമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ മലയാളി വാർത്ത പുറത്തുവിട്ടിരുന്നു. അഹല്യ എന്ന് പറയുന്ന നേമം സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മരണപ്പെട്ടത്. ആ കുട്ടി വളരെ ഒരു ചെറിയ മനസ്സിൻ്റെ ഉടമയെന്നാണ്. ആ കുട്ടിയുടെ ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു എന്നുള്ളത് ആണ് കാരണം എന്നൊരു സൂചന വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. എങ്കിൽ പോലും ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു, അങ്ങനെ ഒരു വിഷമം ആ കുട്ടിക്കുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ന് അമ്മയും അച്ഛൻ ജോലിക്ക് പോയി. അമ്മ പുറത്തു പോകാനായിട്ട് 2 വീലർ എടുത്ത് പുറത്തു പോയി. ആ പുറത്തു പോകുന്ന സമയത്ത് ആ അനിയത്തി കുട്ടിയുമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനിയത്തി കുട്ടിയുമായി റൂമിൽ കയറി കട്ടിലിൻ്റെ മേലെ സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് ആ ഫാനിൻ്റെ കുരുക്കിട്ട് ആ കുട്ടിയെ താഴെ ഇരുത്തിയ ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഒരു ദുരൂഹത എന്താണെന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ എല്ലാവർക്കും ആ നാട്ടിൽ ഒന്നടങ്കം ആളുകൾക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്തും കേരളത്തിലും ഇത്രയും ഇളം പ്രായമുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ അതും തൂങ്ങി മരണം എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ജനങ്ങളും കൂടെ പഠിക്കുന്ന കുട്ടികളും നാട്ടുകാരും റെസിഡൻസുകാരും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒക്കെ ഒരു ഞെട്ടലോടെയാണ് കണ്ടുവരുന്നത്. കാരണം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി തോന്നാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്, ആ ടെൻഡൻസി എന്തിനു വേണ്ടി ആ കുട്ടി ഇങ്ങനെ ചെയ്തു, ഇതാർക്കും ഇപ്പോഴും വ്യക്തമല്ലാത്തത് കൊണ്ട് ആ കുട്ടി ഇത്രയും ഇളം പ്രായത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിലുള്ള സങ്കടം ആ നാട്ടുകാർക്ക് മുഴുവൻ സഹിക്കാൻ വയ്യാത്ത തരത്തിലായിരിക്കും. ഇതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പുറത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇതാണ്. സർ, ഇത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് നടപടിയൊക്കെ സ്വീകരിച്ചു. പോലീസ് വന്നു. അതിൻ്റെ നിയമം സർക്കിൾ ഇൻസ്പെക്ടർ സർക്കിൾ തന്നെ നേരിട്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും എഴുതുകയും അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അറിയിക്കുകയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏകോപനം ഉണ്ടായി. വളരെ നന്നായിട്ട് പോലീസ് ആ കാര്യത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാതാപിതാക്കള് എന്ത് ചെയ്യാണ്? അപ്പോൾ അവര് എന്ത് ജോലി ചെയ്യാണ്? അച്ഛൻ കൂലിപ്പണിയാണ്. അമ്മയും ഒരു ഗവൺമെൻറ് ജോലിയൊന്നുമില്ല, എവിടെയോ ചെറിയ ജോലി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. മറ്റ് വലിയ സമ്പത്തുള്ള കുടുംബമൊന്നുമല്ല, ഒരു സാധാരണ കുടുംബമാണ്. പക്ഷെ വളരെ വിഷമിച്ചാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കി പഠിപ്പിച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാവർക്കും ഒരു താങ്ങാൻ കഴിയാത്തൊരു സങ്കടമായി മാറി. അതങ്ങനെ ഒരു ദുരൂഹത ഉണ്ടായിട്ടില്ല. കാരണം കട്ടിലിൻ്റെ മുകളിൽ
സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നാൽ ഇത് എത്തുന്ന ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ അത് എത്തിപ്പിടിക്കാവുന്ന ഫാനിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റേ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും. ഏതുകൊണ്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊന്നും സംശയിക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെ. കുട്ടിയുടെ മാനസികമായ അസ്വസ്ഥത തന്നെയാണ് കാരണം. മറ്റൊന്നും നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നും പ്രാഥമികമായിട്ടുണ്ടായിട്ടില്ല. അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ വളരെ മാനസികമായ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുന്നു. അമ്മയും അതുപോലെ തന്നെ. അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കാൻ, സ്കൂൾ തലങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ 4ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ നമുക്ക് ആ ബോധം തരുന്നു എന്നുള്ളതാണ്.